friends for joining in this live. Thank you for watching. പ്രാർത്ഥനയെ പറ്റി വളരെയധികം തെറ്റിദ്ധാരണകൾ ഉണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ സഭ ഉപേക്ഷിച്ച് മറ്റ് പെന്തക്കോസ്ത വിഭാഗങ്ങളിലേക്കൊക്കെ പോയിന്റ് ഒരു കാരണം ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള ചില തെറ്റായ ചിന്തകൾ കൊണ്ടാണ്. സുറിയാനി സഭയിൽ നിന്ന് പെന്തക്കോസ്ത ബ്രദറൻ, പിന്നെ അവിടുന്ന് പോയി ഇങ്ങനെ അങ്ങ് പോയി ഒരുപാട് വിഭാഗങ്ങളിലേക്ക് പോയി, കാട് കയറിപ്പോയി. ഇത് മുഴുവൻ സംഭവിച്ചതിന്റെ കാരണം ഈ പ്രാർത്ഥനയെ പറ്റിയുള്ള തെറ്റായ ധാരണ കൊണ്ടാണ്. ഒന്നാമത് ഈ കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത് തെറ്റാണ്. യേശുക്രിസ്തുവിനോട് വേണം പ്രാർത്ഥിക്കാൻ. യേശുക്രിസ്തു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കാര്യമൊക്കെ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്നൊരു പ്രോമിസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കന്യാമറിയാമിനോട് പ്രാർത്ഥിക്കാൻ ബൈബിളിൽ വാക്യമുണ്ടോ? യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചോളാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? വാക്യമുണ്ടോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നൊക്കെ വാക്യം എടുത്തുകൊണ്ട് വരും. അതിന്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും വായിച്ചു നോക്കിയാൽ മതി. പ്രാർത്ഥന ഒരു വലിയ വിഷയമാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രയർ. പൗലോസ് തിമോത്തിയോസിന് എഴുതുന്ന 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. Exhort therefore that first of all supplications, prayers, intercessions and giving thanks be made for all men. അപ്പൊ സകല മനുഷ്യർക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, പക്ഷവാദം ചെയ്യണം, യാചിക്കണം, സ്തോത്രം ചെയ്യണം. 4 കാര്യങ്ങൾ ചെയ്യണം എന്നവിടെ പറയുന്നുണ്ട്. ഇപ്പൊ പ്രാർത്ഥന എന്ന് പറയുമ്പോ 4 കാര്യങ്ങളാണ്. കാര്യങ്ങൾ. prayers, supplications, intercessions and thanksgiving. നമ്മൾ ഇവിടെ ബൈബിൾ ഹബ്ബിൽ നോക്കുക. നമ്മളിപ്പോഴും ഇങ്ങനെ നോക്കുക. ഇവിടെ ഡിസൈസ്, പ്രൊഷിക്യാസ്, എൻഡുക്യാസ്, യൂക്കാറിസ്റ്റിയാസ്. ഇത് താങ്ക്സ് ഗിവിങ്ങിനാണ് യൂക്കാറിസ്റ്റിയാസ് എന്ന് പറയുന്നത്. അങ്ങനെ യൂക്കാറിസ്റ്റിയസ് എന്ന് പറഞ്ഞാൽ താങ്ക്സ് ആണ്. യൂക്കറിസ്റ്റ് എന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പറയുന്നത് നമുക്കറിയാം. യൂക്കറിസ്റ്റ് എന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പറയും. യൂക്കറിസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്ദി അർപ്പണം, താങ്ക്സ് ഗിവിങ് എന്നാണ്. വിശുദ്ധ കുർബാനയുടെ ഒരു വിളിപ്പേരാണ് യൂക്കറിസ്റ്റ്. വിശുദ്ധ കുർബാന ഒരു നന്ദി അർപ്പണമാണ്. ഇവിടെ പറയുന്ന 4 തരത്തിൽപ്പെട്ട പ്രാർത്ഥന എന്തൊക്കെയാണ്? ഒന്ന്, സപ്ലിക്കേഷൻ, പ്രേയർ, ഇന്റർസെഷൻ ആൻഡ് താങ്ക്സ് ഗിവിങ്. കണ്ടോ? 4 ഈ 4 ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത്. ഈ പ്രയറും സപ്ലിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം ഒരു ഹെയർ ലൈൻ ഡിഫറൻസ് ആണ്.
പ്രാർത്ഥിക്കുക എന്നുള്ളത് രണ്ടും അർത്ഥം. ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുക, അപേക്ഷിക്കുക എന്ന് പറയുന്നത് കൂടുതൽ താഴ്മയോടെ ഏണസ്റ്റ് പ്രയർ ആണ് സപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപേക്ഷിക്കുക, നമ്മളൊരാളുടെ ഒരു കാര്യം ചോദിക്കുന്നതും അപേക്ഷിക്കുക, അഭയയാചനയാണ്. പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ്. ഫോളോ അപ്പ് വർക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ യേശു കർത്താവ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ തന്റെ സ്നേഹിതന്റെ വീട്ടുമുറ്റത്ത് നിന്ന് 3 അപ്പം വായ്പ തരണമെന്ന് അപേക്ഷിച്ചു. അതാണ് പ്രയർ. അവൻ എഴുന്നേറ്റ് കൊടുക്കുന്നില്ല, അപ്പോൾ അവൻ വീണ്ടും അവിടെ തന്നെ നിന്നു. പിന്നെയുള്ളതൊക്കെ സപ്ലിക്കേഷൻ. പ്രയർ സൂപ്പർഫിഷ്യലാണ്, ഉപരിപ്ലവമാണ്, പ്രാഥമികമാണ്. സപ്ലിക്കേഷൻ ഇന്റൻസ് ആണ്, ഏണസ്റ്റ് ആണ്, ഫെർവന്റ് ആണ്. തുടർച്ചയായിട്ട് അതിന്റെ ഫോളോ അപ്പ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുക. ഞാൻ ഒരുപാട് ലെക്സിക്കൺസും അതുപോലെ ഈ തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻസും എല്ലാം നോക്കി. Nobody has an explanation. നിങ്ങൾക്ക് നോക്കാം കേട്ടോ, പ്രയറും സപ്ലിക്കേഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈവൻ ഇതാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ വരെയുണ്ട്. ആരും അങ്ങനെ പറയുന്നില്ല. ഇങ്ങനെ പറഞ്ഞു പോകുന്നല്ലാതെ ആരും അത് കൃത്യമായിട്ട് പറയുന്നില്ല. എന്താ വ്യത്യാസം ഇതാണ്. ഇവർക്ക് ആർക്കെങ്കിലും വ്യത്യാസം അറിയാം? ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എങ്കിലും ഇപ്പൊ നിങ്ങൾ ഓർക്കും, നമ്മുടെ അവന്മാർക്ക് ആർക്കും അറിയാത്തത് നിനക്ക് എങ്ങനെ അറിയാൻ പറ്റും? നീ മിടുക്കനാണോ? നിങ്ങൾ നോക്കിക്കോ എവിടെയെങ്കിലും ഉണ്ടോ. ഇനി ഇതല്ലാതെ വേറൊരു വിശദീകരണം ഉണ്ടോ നോക്കാം, അതുമില്ല. നോ എക്സ്പ്ലനേഷൻ, ദേ ഡോണ്ട് നോ. ഇതാണ് പ്രാർത്ഥന, പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ. പിന്നെയുള്ളത് ഇന്റർസെഷൻ ആണ്. ഇന്റർസെഷൻ എന്ന് പറഞ്ഞൊരു പക്ഷം പിടിച്ചു പ്രാർത്ഥിക്കുക, ഒരു പക്ഷത്തിന് വേണ്ടി വാദിക്കുക. മധ്യസ്ഥമല്ല കേട്ടോ. മധ്യസ്ഥം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിട്ട്, മധ്യസ്ഥത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് മാത്രമുള്ളതാണ്. ദർ ഇസ് ഓൺലി വൺ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. അപ്പൊ മധ്യസ്ഥം എന്ന് പറഞ്ഞാൽ 2 പക്ഷത്തെ തമ്മിൽ ഇണക്കുന്നയാളാണ്, യോജിപ്പിക്കുന്നയാളാണ്. അത് യേശുക്രിസ്തുവാണ്. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന യേശുക്രിസ്തുവാണ്. കാരണം യേശുക്രിസ്തുവിലാണ് മനുഷ്യത്വവും ദൈവത്വവും മീറ്റ് ചെയ്യുന്നത്, മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ സമ്മേളിക്കുന്നത്, മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ സംയോജിക്കുന്നത്, മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ സമരസപ്പെടുന്നത്, മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ സമാധാനത്തിലാകുന്നത്, മനുഷ്യത്വവും ദൈവത്വവും ചേരുന്നത് യേശുക്രിസ്തുവാണ്. ഹി ഈസ് ദ വൺ ആൻഡ് ഓൺലി മീഡിയേറ്റർ ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. മീഡിയേഷൻ ആണത്. ഇവിടെ പറയുന്നത് ഇന്റർസെഷൻ ആണ്. ഇന്റർസെഷൻ എന്ന് പറഞ്ഞാൽ പക്ഷവാദമാണ്. ഇന്റർസെസറി പ്രയർ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന തർജ്ജമ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പൊ യേശുക്രിസ്തു ഏക മധ്യസ്ഥനാണെന്നുള്ള വാക്യവുമായിട്ട് പ്രതറങ്കാരും ബന്ധക്കുസുകാരും കൂടെ വരും. അപ്പൊ ഇവരുടെ പരിഭ്രമം ഇതുണ്ടാകും. പിന്നെ അവസാനം യേശു മധ്യസ്ഥനല്ലെന്ന് തെളിയിക്കാം. ഇപ്പൊ അത് പരാജയപ്പെട്ടിട്ട് യേശു മധ്യസ്ഥനാണ്. ഇപ്പൊ യേശുക്രിസ്തുവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന തൊഴിലാണ് കത്തോലിക്കർക്കും യാക്കോബക്കാർക്കും. അവര് ഇപ്പൊ യേശു മധ്യസ്ഥനാണ്, യേശു രക്ഷകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പൊ കുഴപ്പമൊന്നുമില്ല, യേശു മധ്യസ്ഥനും രക്ഷകനും ഒക്കെയാണ്. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാരെ തോപ്പിക്കാൻ വേണ്ടി. കാരണം തങ്ങളുടെ ഉപദേശത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ ഈ 4 കാര്യങ്ങള് ഓർക്കുക. 1 പ്രയർ, 2 സപ്ലിക്കേഷൻ, 3 ഇന്റർസെഷൻ, 4 താങ്ക്സ് ഗിവിങ്. ഈ 4ഉം ചെയ്യാനാണ് തിമോത്തിയോസിനോട് പറയുന്നത്. ഇനി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോടൊക്കെ പ്രാർത്ഥിക്കാം? എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന സിമ്പിൾ ടേംസിൽ ഒരു കാര്യം ആവശ്യപ്പെടുന്നതിനെയാണ് പ്രാർത്ഥന കരുവ്. നമ്മൾ ഇന്ത്യയിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക. നമ്മൾ അപേക്ഷ എന്ന് പറയുമല്ലോ, ഇംഗ്ലീഷിൽ ആപ്ലിക്കേഷൻ.
നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് ഈ ഭൂമിയിൽ നിന്ന് മരിക്കുന്നവരെ, മരിച്ചു കഴിഞ്ഞു, എത്ര ആപ്ലിക്കേഷനുകളാണ് കൊടുക്കുന്നറിയോ? മരിച്ചു കഴിഞ്ഞു ആപ്ലിക്കേഷനാണ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും. ജനിച്ചാൽ ഉടനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷനെ തുടങ്ങുകയാണ് അവന്റെ ആപ്ലിക്കേഷൻ ലൈഫ്. പിന്നെ ഇപ്പൊ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ വേറെ അർത്ഥമൊക്കെ ഉണ്ട്. ഈ ആപ്പ് എന്ന് പറഞ്ഞ്, അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപേക്ഷാപത്രം. നിങ്ങൾ എത്രയോ പേരോട് ഫോർമലായിട്ടും കാഷ്വലായിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെന്ന് അറിയാമോ? ആപ്ലിക്കേഷൻ ആ കൺസേൺഡ് ഓഫീസർ അപ്രൂവ് ചെയ്യുക, സൈൻ ചെയ്യുക, സീൽ ചെയ്യുക, അല്ലേ? നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുക. ആർക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്? എത്ര ആളുകൾക്ക് അധികാര കേന്ദ്രങ്ങളിൽ ഒക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അവരോടൊക്കെ അപേക്ഷിക്കുകയാണ്. അപ്പൊ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരതോറിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഒരതോറിറ്റിയിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഒരതോറിറ്റി ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് നിങ്ങളവിടെ വില്ലേജ് ഓഫീസ് ആകാം, കളക്ടറേറ്റ് ആകാം, പഞ്ചായത്ത് ഓഫീസ് ആകാം, ഇവിടെയൊക്കെ കൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ജോലിക്കുള്ള ആപ്ലിക്കേഷൻ. നിങ്ങൾക്കൊരു ജോലി തരാനുള്ള അധികാരം ഉള്ള ഒരു ബോഡിയിൽ പോയിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പൊ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അധികാരവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് പറയുന്ന ആളുകൾ, അല്ലെ യേശുക്രിസ്തു, ചില യേശുക്രിസ്തുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് പറയുന്ന ഈ വ്യക്തികൾ ഈ സുവിശേഷം അറിയിക്കാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറ്റം പറയാനുള്ള യോഗം വെക്കാൻ വേണ്ടി ഇവന്മാര് ആദ്യം പോയി സ്ഥലം എസ്ഐയോട് പ്രാർത്ഥിക്കും. സ്ഥലം എസ്ഐയുടെ മുമ്പിൽ കൊണ്ട് മൈക്ക് സാങ്ഷൻ അപേക്ഷ കൊടുക്കും. ആപ്ലിക്കേഷൻ. അതിനിപ്പോ എന്നാ? ഇവർക്ക് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതാണ് അവർ പറയുന്നു? അത് നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ആത്മീയ, അങ്ങനെയില്ല. അങ്ങനെ ദർ ഇസ് നോ ഡിഫറൻസ്. ആത്മീകമെന്നോ ഭൗതികമെന്നോ, ഈ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ വരം തരണമേ, അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? ഇതെല്ലാം ഭൗതിക കാര്യങ്ങളല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഭൗതിക കാര്യങ്ങൾ, ജോലി കിട്ടാന്, രോഗം മാറാന്, ട്രാൻസ്ഫർ കിട്ടാന്, പ്രൊമോഷൻ കിട്ടാന്, കൃഷിക്ക് നല്ല വിളവ് കിട്ടാന്, മഴ കിട്ടാന്, ഇങ്ങനെ പല പല കാര്യങ്ങൾ അങ്ങ് പ്രാർത്ഥിക്കുക. രോഗം മാറാന്, ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അല്ലെങ്കിൽ 98% മനുഷ്യരാണ് നിർവഹിക്കുന്നത്. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് യഥേഷ്ടം, യഥോചിതം, യഥാവിധി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഒരുപക്ഷെ ഡോക്ടർക്കായിരിക്കാം, ചില സമയത്ത് കളക്ടർക്കായിരിക്കാം, ചില സമയത്ത് വില്ലേജ് ഓഫീസർക്കായിരിക്കാം, പഞ്ചായത്തിലായിരിക്കും, പലയിടത്തും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഒരുപാട് ആപ്ലിക്കേഷൻസ്. ഈ കന്യകമറിയത്തിനോട് പ്രാർത്ഥിക്കരുത്, ഗീവറി സഹതായോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന ആളുകൾ എവിടെയെല്ലാം ആരോടെല്ലാം പ്രാർത്ഥിച്ചിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രാർത്ഥനയാണ്, അപേക്ഷയാണ്. അങ്ങനെയൊക്കെ അങ്ങനെ പറയും. കാരണം നമ്മൾ ഈ ആത്മീകമായിട്ടുള്ളത് മറ്റെന്തോ ആണെന്ന് തിരിക്കുന്നത് കൊണ്ട്. അങ്ങനെയില്ല. നമുക്ക് ഇവിടെ ഈ ലോകത്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്കാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അപ്പൊ അത് ഈ ലോകത്ത് ഏതോ മനുഷ്യനോട് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിലെ മനുഷ്യരോടെല്ലാം പ്രാർത്ഥിക്കാമെങ്കിൽ അപ്പോൾ സുറിയാനിക്കാർക്കൊക്കെ ഇതുണ്ടാവും, ഗിൽറ്റ് കോൺഷ്യസ് ഉണ്ടായിട്ട് അവരൊരു ന്യായം പറയും. എന്താണെന്നറിയാമോ? അത് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മാതാവിനോട് പിന്നെ പുത്രനോട് അപേക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നുള്ളൂ. അയ്യോ,
ഞങ്ങൾ മാതാവിനോട് അമ്മയെ പുത്രനോട് എന്ന് അപേക്ഷിക്കണേ. അമ്മ പറഞ്ഞ പുത്രൻ കേൾക്കുമല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പുത്രൻ കേൾക്കത്തില്ലേ? അമ്മ പുത്രനോടൊന്ന് അപേക്ഷിക്കണേ. അമ്മേ മേ ഇങ്ങനെ ഒരു ന്യായം പറയാണ്. അതെന്തിനാ അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയത്തുമില്ല. എന്തിനാ അങ്ങനെ പറയുന്നത്? ഡോണ്ട് നോ, അറിയില്ല. മാതാവിനോട് പ്രാർത്ഥിക്കാമോ? ഞാൻ ചില സമയത്തൊക്കെ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. മാതാവിനോട് പ്രാർത്ഥിക്കുമ്പം അയ്യോ മാതാവേ, ഇന്ന പോലെ എനിക്കൊരു ആവശ്യമുണ്ട്, അത് എൻ്റെ അമ്മ ആ അമ്മയുടെ മോനായ യേശുവിനോടൊന്ന് പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി. അമ്മയോട് പ്രാർത്ഥിക്കാൻ, അമ്മ എന്നൊരു ആവശ്യമുണ്ട്, എനിക്ക് നടത്തുക. അത് അമ്മ എങ്ങനെ നടത്തുന്നു? അമ്മ ആരോട് പറയുന്നു, എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ വിഷയം. പെന്തക്കോസുകാരെ പേടിച്ചിട്ട് അത്ര ന്യായീകരണമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നും. അവരാരാണ്? അപ്പൊ അവർ പറയുന്നത് നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. മാതാവിനോട് പ്രാർത്ഥിച്ചു. എത്രയോ ആളുകളോട് ഓരോ ദിവസവും പ്രാർത്ഥിച്ചാണ് ഒരു മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോകുന്നറിയാമോ? ഇല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? ആപ്ലിക്കേഷൻ അല്ല, പിന്നെ ജീവിതത്തിൽ ഓരോ ആപ്ലിക്കേഷൻ കൊടുക്കുക, എല്ലാം ദൈവത്തോട് മാത്രമേ പറയാവുള്ളൂ. നിങ്ങൾക്കൊരു കൊച്ചുണ്ടായാലും ഉടനെ മുട്ടുകുത്തി ഇരുന്ന് ഭാര്യ ഭർത്താവിടെ കൈ കോർത്ത് പിടിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഭത്സിക്കുന്നു, ബർത്ത് സർട്ടിഫിക്കറ്റ് വരട്ടെ. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വന്നു. സ്കൂളിൽ ചേർക്കാൻ നേരത്ത് ഒക്കെ പ്രാർത്ഥിക്കും. ഒരു ആപ്ലിക്കേഷൻ ഞാൻ പൂരിപ്പിക്കത്തില്ല. ഒരു മനുഷ്യനെ അഡ്രസ് ചെയ്ത് ഞാൻ ഒരു ആപ്ലിക്കേഷൻ പൂരിപ്പിക്കും എന്ന് നിങ്ങൾ ആരെയും വിചാരിക്കുകയും വേണ്ട. ഞാൻ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ദൈവത്തിന് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയല്ല. ഈ അധികാരം എന്ന് പറയുന്നത് ഒരു വലിയ ശൃംഖലയാണ്. അധികാരം. അപ്പൊ അധികാരത്തിന്റെ, പരമാധികാരത്തിന്റെ അത്യുച്ച കോടിയിലാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ അധികാരം എന്ത് ചെയ്യാണ്? താഴെ തട്ടിലേക്ക് വിന്യസിച്ച് വിതരണം ചെയ്തിരിക്കുകയാണ്. ആ അധികാര വിന്യാസം നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വില്ലേജ് ഓഫീസിലും നിങ്ങളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ അധികാരത്തിന്റെ അങ്ങേയറ്റത്തെ കണ്ണികളാണ്, താഴെ തട്ടിലെ കണ്ണികളാണ്. ഈ താഴെ തട്ടിലെ കണ്ണികൾ ഇപ്പൊ വില്ലേജ് ഓഫീസുകള്, താലൂക്ക് ഓഫീസുകള്, കളക്ടറേറ്റുകള്, ജില്ലാ ഭരണകൂടങ്ങള്, സംസ്ഥാന ഭരണകൂടം, കേന്ദ്ര ഭരണകൂടം, ഇങ്ങനെ പോവാണ്. പിന്നെ ലോകത്തെ പല രാജ്യങ്ങള്, ആ രാജ്യങ്ങളുടെ എല്ലാം. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഈ അധികാരങ്ങളുടെ എല്ലാം ഒരു വലിയ ശ്രേണി വ്യവസ്ഥയുടെ സംയുക്ത അധികാരം. അതാണ് ദൈവം. ദൈവം ഒരു അധികാരത്തിലും കൈ കടത്തുന്നില്ല. ഈ അധികാരങ്ങളെല്ലാം വിന്യസിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് ഗിവൺ. അപ്പൊ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനോട് ന്യായാധിപൻ ചോദിക്കുകയാണ്, നീ മിണ്ടാതിരിക്കുന്നത് എന്താണ്? നിന്നെ ക്രൂശിക്കാനും നിന്നെ വിട്ടയക്കാനും എനിക്കധികാരമുണ്ട് എന്ന് നിനക്കറിയില്ലയോ? നീ അറിയുന്നില്ലയോ? അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ എന്നാണ്? മുകളിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ
നിനക്കൊരധികാരവും ഇല്ല. ഇറ്റ് ഈസ് ഗിവൺ. ഇറ്റ് ഈസ് ഗിവൺ. ഓൾ അതോറിറ്റി ബിലോങ്സ് ടു ഗോഡ്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നുവന്നേക്കും കർത്താവിൻ്റെതാണ്. ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും. മുകളിൽ നിന്ന് കെട്ടിയിട്ടല്ല, നിനക്കൊരധികാരവുമില്ല. സോ ദീസ് അതോറിറ്റി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. വിന്യസിക്കപ്പെട്ടിരിക്കുന്നു ഈ അധികാരം. ഇപ്പൊ ദൈവിക അധികാരമാണ്. ദൈവിക അധികാര വ്യവസ്ഥയാണ്. നമ്മൾ ഈ പ്രകൃതി കാണുന്ന, പ്രപഞ്ചത്തിൽ കാണുന്ന ശക്തിവിലാസങ്ങള്, അധികാരങ്ങളെല്ലാം ദൈവത്തിൻ്റെതാണ്. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, ദൃശ്യമായതാകട്ടെ, അദൃശ്യമായതാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, ഇനി വരുവാനുള്ളതാകട്ടെ, സകലവും അവൻ മുഖാന്തിരമായും അവനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കണ്ട, ഇപ്പൊ ഈ ഭൂമിയിലുള്ള അധികാര കേന്ദ്രം നിങ്ങളുടെ അടുത്തുള്ള വില്ലേജ് ഓഫീസില്ലേ, യേശുക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. യേശുക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന വില്ലേജ് ഓഫീസർ, യെസ്, ദാറ്റ് അതോറിറ്റി ഈസ് ഗിവൺ ബൈ ഗോഡ്. അപ്പൊ നിങ്ങൾ ആ വില്ലേജ് ഓഫീസറോട് ചെന്ന് പ്രാർത്ഥിക്കുന്നില്ലേ, അപേക്ഷിക്കുന്നില്ലേ? ദൈവത്തിന്റെ പുത്രനെ ഭൂമിയിലേക്ക് നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കുമ്പോ വില്ലേജ് ഓഫീസർക്ക് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്താൽ ചില സമയത്ത് ആ വില്ലേജ് ഓഫീസർ അത് തഹസീൽദാറിന് അയച്ച് തിരിച്ചും വന്ന് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് പാസ്സാക്കി തരും. അയാൾ അത് എവിടെ റെഫർ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല. നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു, അമ്മ എനിക്ക് ഇന്ന പോലൊരു ആവശ്യമുണ്ട്, എന്നെ സഹായിക്കണം, എനിക്ക് എന്നെ അതിൽ നിന്ന് രക്ഷിക്കണം, എന്തു പറയാൻ പ്രാർത്ഥിക്കണം. അതെങ്ങനെ ഒരു ഒഫൻസ് ആകുന്നേ? അങ്ങനെ കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കരുത് എന്ന് ബൈബിളിൽ വാക്യമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരോടും പ്രാർത്ഥിക്കരുത് അങ്ങനെ വാക്യമുണ്ടോ? വാക്യമുണ്ടോ? ബൈബിളിൽ വാക്യമുണ്ടോ? നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള അല്ല നിങ്ങളുടെ ഫോൺ ലിസ്റ്റിലുള്ള പെന്തക്കോസ്തുകാരെയോ ബ്രദറൻകാരെയോ ഒക്കെ ഫോൺ വിളിച്ചു ചോദിക്കുക. ഇപ്പൊ തന്നെ വിളിച്ചോളൂ, വിളിച്ചു ചോദിക്കും, ഇങ്ങനെ വാക്യമുണ്ടോ, പ്രാർത്ഥിക്കരുതെന്ന് വാക്യമുണ്ടോ? നീ ഇവര് കുറെ നാളായാലും ഇവർ തുടങ്ങിയിട്ട് ശല്യം. യേശുക്രിസ്തുവിനോട് തന്റെ ശിഷ്യന്മാര് പറയാണ്, ഹി ലവ്സ് അവർ നേഷൻ ആൻഡ് ഹി ഹാസ് ബിൽറ്റ് എ സിനഗോഗ്. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. നോക്ക്, ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ. Somebody recommends for someone. To who? It's a story of a centurion. And a certain centurion servant who was dear unto him was sick and ready to die. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ തീനെ പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടു. അവൻ തന്റെ ദാസനെ രക്ഷിക്കേണ്ടത് എന്നോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. See, it's not disciples. യേശുവിന്റെ ശിഷ്യന്മാരോ അപ്പോസ്തലന്മാരോ ഒന്നും അല്ല. യേശുവിന്റെ ശിഷ്യന്മാരല്ലാത്ത യഹൂദ മൂപ്പന്മാർ ഇപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്നു. ആ മൂപ്പന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട് കൂടെ പോയി. വീട്ടിന് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ച്, കർത്താവെ പ്രയാസപ്പെടണ്ട, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് ഞാൻ പറഞ്ഞാൽ അവൻ പോകും,
മറ്റൊരുവനോട് വരിക എന്ന് ഞാൻ പറഞ്ഞാൽ അവൻ വരും, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞാൽ അവൻ അത് ചെയ്യുന്നു. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ടു, തിരിഞ്ഞു നോക്കി, അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. സോ ദിസ് മാൻ ഹാസ് എ ക്ലിയർ റെവലേഷൻ അബൌട്ട് അതോറിറ്റി, ഹൈറാർക്കിക്കൽ സിസ്റ്റം. ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ് കേട്ടപ്പോൾ യേശുവിന് ആശ്ചര്യമായി. വെരി ഗുഡ്, ഇതാണ് കറക്റ്റ്. ഇതൊരു സിസ്റ്റമാണ്, ഹ്യൂജ് സിസ്റ്റം. യഹൂദന്മാരുടെ മൂപ്പന്മാർ വന്നപ്പോൾ യേശു പോയ കണ്ടോ? എൽഡേഴ്സ് ഓഫ് ജൂവിഷ് കമ്മ്യൂണിറ്റി കുഡ് മൂവ് ജീസസ്. നിങ്ങൾ കണ്ടോ? അവരെന്ന് പറഞ്ഞപ്പോൾ യേശു പോയി അവനെ മരിക്കാറാവനെ സുഖപ്പെടുത്തി. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, ആപാദചൂഡം ഞാൻ സുഖമായിടും. ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് വിശ്വാസം. ആ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ആ സിസ്റ്റം മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് കന്യാമറിയാമുണ്ട്, സ്ലീഹന്മാരുണ്ട്, പിതാക്കന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, വിശുദ്ധമതികളുണ്ട്, മൗദ്യാനന്മാരുണ്ട്, ഏവങ്കലിസ്തന്മാരുണ്ട്, സഹതന്മാരുണ്ട്. അവരെല്ലാവരും ഉണ്ട്. ആരോട് വേണേലും പറയാം കാര്യം. പ്രാർത്ഥിപ്പിൻ ശ്ലീഹന്മാരെ. നിങ്ങള് ഉദ്ദേശിക്കുന്നത് യേശുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. പിടിവാശിയ. ഞങ്ങൾ യേശുവിനോട് മാത്രം. പൂർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങളെ കാണുമ്പോൾ അതല്ല, ഈ ഹോൾ സിസ്റ്റത്തെ പറ്റി ഇത് മുഴുവൻ ദൈവത്തിൻ്റെതാണെന്നും സകല അധികാരങ്ങളും ദൈവത്തിൻ്റെതാണെന്നും റെവലേഷനുള്ള എവിടെ വേണേലും പ്രാർത്ഥിക്കും. ഇപ്പൊ നിങ്ങളുടെ ഒരു സ്നേഹിതനെ നിങ്ങൾ തൊട്ടു എന്ന് പറയാ, അല്ല സ്നേഹിതൻ പോട്ടെ, നമ്മുടെ സുരേഷ് ഗോപി വരിക, സുരേഷ് ഗോപിയെ തൊട്ടു. അപ്പൊ സുരേഷ് ഗോപിയുടെ എവിടെ തൊട്ടു? എവിടെ തൊട്ടാലും സുരേഷ് ഗോപിയെ തൊട്ടു. അല്ല, സുരേഷ് ഗോപിയെ തൊടണം. അതിന് എവിടെ തൊടണം? പെന്തക്കോസ്തുകാരുടെ ചോദ്യം, എവിടെ തൊടണം? ഒന്ന് പറഞ്ഞേ. അതെവിടെയാ? ഇപ്പൊ എന്റെ ഈ വിരൽ തുമ്പിൽ വന്ന് നിങ്ങൾ തൊട്ടാൽ ഞാൻ പറയൂ എന്നെ തൊട്ടു. യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലാണ് ഒരു സ്ത്രീ വന്ന് തൊട്ടത്, യേശുവിനെ തൊട്ടില്ല. യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ. നിങ്ങൾക്കറിയാമോ അത്? ആ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടപ്പോഴേക്കും യേശു തിരിഞ്ഞു ചോദിച്ചു, എന്നെ തൊട്ടത് ആര്? എന്നെ തൊട്ടത് ആര്? എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുള്ള, ഞാൻ ഈ പെന്തക്കോസ്ത് വിടാൻ തന്നെ കാരണമായ വാക്യങ്ങളിൽ ഒന്നതാ. എന്നെ വളരെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേ. കാരണം നിങ്ങളിത് ശ്രദ്ധിച്ച് വായിക്കണം. ഇത് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പെന്തക്കോസ്തുകാരുടെ അബദ്ധം മനസ്സിലാകുന്നത്. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ.
പുറകിൽ അടുത്ത് ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. അപ്പൊ യേശുവിനെ തൊട്ടു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശരീരത്തിലല്ല തൊട്ടത്, യേശു ധരിച്ചിരുന്ന വസ്ത്രത്തേലുമല്ല, വസ്ത്രത്തിന്റെ തൊങ്ങലെ പോയി തൊട്ടു. പക്ഷെ യേശു പറയുന്നത് എന്നാണെന്നറിയോ? വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടു, ഉടനെ രക്തസ്രാവം നിന്നുപോയി. എന്നെ തൊട്ടതാർ എന്ന് യേശു ചോദിച്ചു. കണ്ടോ? യേശുവിന്റെ കയ്യിലോ കാലിലോ ബോഡിയെ ടച്ച് ചെയ്തില്ല. നോ ബോഡി ടച്ചിങ്, നോ ബോഡി ടച്ചിങ്. ബോഡിയെ തൊട്ടില്ല. അപ്പൊ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടേ ഉള്ളൂ. യേശു പ്രതികരിച്ചു, എന്നെ തൊട്ടതാർ. നിങ്ങളെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത് എന്ന് എന്റെ അർത്ഥം. ബോഡി ഓഫ് ക്രൈസ്റ്റ്. അമ്മേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കുന്ന അമ്മയോടാണെങ്കിലും അത് യേശുവിനോട് പ്രാർത്ഥിച്ചതിന് തുല്യമാണ്. ഇറ്റ് ഈസ് ഹേർഡ്. നീ ഒരു ആപ്ലിക്കേഷൻ വില്ലേജ് ഓഫീസർക്ക് കൊടുക്കുന്നെങ്കിൽ ആ ആപ്ലിക്കേഷൻ വില്ലേജ് ഓഫീസർക്ക് കൊടുക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് ആപ്ലിക്കേഷൻ കൊടുത്തതിന് തുല്യമാണ്. കാരണം വില്ലേജ് ഓഫീസർ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിന്റെ പരമാധികാരി അങ്ങ് മുകളിലോട്ട് പോകുമ്പോൾ അങ്ങ് ചെല്ലുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സിസ്റ്റമാണ്. 20 ടൺ ഭാരം കയറ്റിയ ഒരു ട്രക്ക് 80 കിലോമീറ്റർ സ്പീഡില് വരികയാണ് റോഡിൽ കൂടെ. അപ്പൊ അതിന്റെ മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ അല്ലെ? എൻ്റെ പിണ്ടത്തെ അതിന്റെ വേഗത കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ എന്തുമാത്രം കരുത്തുണ്ടെന്ന് മനസ്സിലാകും. അപ്പൊ 20 ടൺ ഭാരം കയറ്റിയ ഈ ട്രക്ക് 70 കിലോമീറ്റർ വേഗതയിൽ വരികയാണ്. 65 കിലോ തൂക്കമുള്ള ഒരു പോലീസുകാരൻ വഴി സൈഡിൽ നിന്നിട്ട് കൈ കാണിക്കുകയാണ്. ട്രക്ക് അവിടെ നിൽക്കുകയാണ്, ഈ ലോറി അവിടെ നിൽക്കുകയാണ്. കരുത്ത്, ഫോഴ്സ്, ബലം, സ്ട്രെങ്ത് ആർക്കാണ്? ഈ 68 കിലോ അല്ലെ 65 കിലോ ഭാരമുള്ള ഈ കൊല്ലുന്നതിന് ഇരിക്കുന്ന ഈ പോലീസുകാരനാണോ ബലം കൂടുതൽ? ഇനിയിപ്പോ പോട്ടെ, 100 കിലോ ഉള്ള പോലീസുകാരനായിക്കോട്ടെ. 100 കിലോ ഉള്ള പോലീസുകാരൻ മസിൽ കൊണ്ടെന്ന് വെച്ചു, അവനാണോ ബലം കൂടുതൽ? 20 ടൺ ഭാരമുള്ള 80 കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഈ ലോറിക്കാണോ ഭാരം കൂടുതൽ, പിന്നെ ബലം കൂടുതലുള്ളത്, ശക്തി കൂടുതലുള്ളത്? ബലവും ശക്തിയും ആ ലോറിക്കാണ്. പക്ഷേ അധികാരം പോലീസുകാരനാണ്. ഈ അധികാരവും ശക്തിയും തമ്മിലുള്ള വ്യത്യാസം പവർ ആൻഡ് അതോറിറ്റി. പവർ ബിലോങ്സ് ടു ദാറ്റ് ട്രക്ക്, ബട്ട് അതോറിറ്റി ബിലോങ്സ് ടു ദിസ് പോലീസ്മാൻ. അപ്പൊ പവർ ഈ ട്രക്കിനാണ്. ട്രക്കിന് പവർ ഉണ്ട്, പക്ഷേ അതോറിറ്റി ഉണ്ട് പോലീസുകാരൻ. ഈ പോലീസുകാരനെ ഡിസ്റഗാർഡ് ചെയ്താൽ, ആ പോലീസുകാരനെ ഡിസോണർ ചെയ്ത് ഈ ട്രക്ക് മുന്നോട്ട് പോയാൽ ആ പോലീസുകാരൻ കയ്യിലിരിക്കുന്ന വയർലെസ് വിളിച്ചു പറയും, ഇന്ന റോഡിൽ നിന്ന് ഇന്ന നമ്പർ ട്രക്ക് ഞാൻ കൈ കാട്ടിച്ച് നിർത്തി. എൻ്റെ അപ്പുറത്ത് സ്ക്വാഡുണ്ട്, സ്ക്വാഡിന്റെ വയർലെസ്സിൽ അത് കേൾക്കും. സ്ക്വാഡുകാർ വഴിയിലോട്ട് ഇറങ്ങി നിൽക്കും, കൈ കാണിക്കും, ട്രക്ക് നിർത്തുന്നില്ല, പോകുന്നു. അവർ മുകളിലോട്ട് മെസ്സേജ് പാസ് ചെയ്യും. കാരണം ഈ പോലീസുകാർ ഒരു അതോറിറ്റിയെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഇവന്റെ പുറകിൽ ഒരു SI ഉണ്ടായ, SIയുടെ കീഴിൽ 12 പോലീസുകാരുണ്ടായ, SIക്ക് മുകളിൽ സർക്കിളുണ്ട്. ആ സർക്കിളിന്റെ കീഴിൽ 7 SIമാരും 100 പോലീസുകാരും വേറെ ഉണ്ട്. ആ സർക്കിളിന് മുകളിൽ DYSP ഉണ്ട്, DYSPയുടെ മുകളിൽ SP ഉണ്ട്, ഇല്ലേ? SPയുടെ മുകളിൽ അങ്ങനെ DGP വരെ സംസ്ഥാന പോലീസ് ഉണ്ട്. സംസ്ഥാന പോലീസിനെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേന്ദ്ര സേനയുടെ സഹായം നേടാൻ പറ്റും. സൈന്യത്തിലേക്ക് വരുമ്പോഴേക്കും സൈന്യത്തിന്റെ 3 വിഭാഗങ്ങളുണ്ട്. നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, ആർമി ഉണ്ട്. അവിടെ മിഗ്, മിറാഷ്, സുഖോയ്, ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ അഴിമതി നടത്തി മേടിച്ച നമ്മുടെ റഫാൽ വരെ സാധനങ്ങളുണ്ട്, മിസൈലുകളുണ്ട്, ബോംബ്, ആറ്റം ബോംബ് വരെ ഒഴിക്കുക. അപ്പൊ ഈ വലിയൊരു സംയോജിതമായിട്ട് അധികാരത്തെ നമ്മൾ വിശകലനം ചെയ്താൽ
ബ്രേക്ക് ഇടുക നല്ലത്. അപ്പൊ അങ്ങനെ ലോറി നിൽക്കുന്നു. നമുക്കതേപ്പറ്റി ചേട്ടൻ ഈ കാര്യത്തെ പറ്റി വലിയ ധാരണയില്ലെന്ന് പറഞ്ഞാൽ വലിയ ധാരണയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിന് പെന്തക്കോസുകാരൻ ചോദിക്കുന്ന സമയത്ത് ബബ്ബ വെക്കാതെ പോടാ പോ എന്ന് പറയണം. മാതാവിനോട് പ്രാർത്ഥിച്ചാൽ യേശുവിനെ പിണക്കവും ഇല്ല, അതിനകത്ത് പരിപ്പവും ഇല്ല, അതിനകത്ത് ആരും ശിക്ഷിക്കാനും പോകുന്നില്ല. മറിച്ച് ഇത്ര വലിയൊരു വിശ്വാസം, ബോധ്യം, ആഴം വേറെങ്ങും കാണുന്നില്ല. കാരണം ഇതെല്ലാം ഒന്നാണ് എന്നുള്ളൊരു വലിയ കണ്ടെത്തലിലേക്ക് നിങ്ങൾ വരിക. നമ്മുടെ പിതാക്കന്മാർക്ക് ആ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അയ്യോ, വല്ലാത്തൊരു പ്രാർത്ഥന. നിങ്ങൾ ഈ പിതാവിനോട് മാത്രമാണോ പ്രാർത്ഥിക്കുന്നത്? ആണോ? പിതാവിനോട് മാത്രമാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അല്ല. യേശുക്രിസ്തു പറയാണ്, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഞാനും നീ ഒന്നായിട്ടിരിക്കുന്നു. അതെല്ലാവരും പറയുന്ന വാക്യമാണ്. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ ന്യായം എന്നാ? യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ ന്യായം എന്നാ? യേശുവും പിതാവും ഒന്നാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ അപ്പോസ്തലന്മാരെ കുറിച്ച് യേശുക്രിസ്തു പറയാണ്, സ്ലീഹന്മാരെ കുറിച്ച്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ പിതാവ് യേശുക്രിസ്തുവിന് കൊടുത്ത മഹത്വം യേശു കർത്താവ് ആർക്കും കൂടെ കൊടുത്തു? സ്ലീഹന്മാർക്ക് കൊടുത്തു. പ്രാർത്ഥിപ്പിൻ സ്ലീഹന്മാരെ. നമ്മൾ എന്തുകൊണ്ടാണ് സ്ലീഹന്മാരോട് പ്രാർത്ഥിക്കുന്നത്? യേശുവിൽ പിതാവും പിതാവ് യേശുവിലും ഇരിക്കുന്നത് പോലെ ഈ സ്ലീഹന്മാരെ പിതാവിലും ക്രിസ്തുവിലും പിതാവും ക്രിസ്തുവും സ്ലീഹന്മാരിലും ആകേണ്ടതിന് വരം നൽകപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ക്ലിയർലി റിട്ടൺ ഇൻ ദ പേജസ് ഓഫ് ന്യൂ ടെസ്റ്റമെന്റ്. നിങ്ങൾക്ക് വായിച്ച് പരിശോധിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. മനസ്സിലായോ? പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും തമ്മിൽ ഒന്നാകണം. ഇതാണ് ഉപദേശം. ഇപ്പൊ നിങ്ങള് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോ യേശുക്രിസ്തു അവിടെ പിണങ്ങുവോ കോപിക്കുവോ ഒന്നുമല്ല. ഇത് റിജോയ്സിങ്. ഇവർക്കിത് മനസ്സിലായിരിക്കുന്നു. ഈ ഒരുമ എന്താണ്? ഈ ഐക്യം എന്താണ്? ഈ ഗ്ലോറി ഷെയർ ചെയ്തിരിക്കുന്ന എന്താണ്? ഷെയർഡ് ഗ്ലോറിയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുക. അതാണ് അപ്പോസ്തലന്മാരെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നത്. ഞാൻ ആ മഹത്വം ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പരിശുദ്ധ അമ്മയോടും സ്ലീഹന്മാരോടും പ്രാർത്ഥിക്കും. ആ തേജസ് ഇപ്പൊ പരിമല തിരുമേനിയോട് പ്രാർത്ഥിക്കാം. പരിമല തിരുമേനി ആ ഗ്ലോറിയിൽ ഇരിക്കുന്നു, ഗ്ലോറിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, വിശുദ്ധനാണ്. അപ്പൊ ഇതിന് ഗിൽറ്റ് കോൺഷ്യസ് കൊണ്ടുവരും. ഇത്രയും വലിയൊരു നന്മയുടെ ഉറവയെ കെടുത്തുകയാണ് ഈ പെന്തക്കോസ്ത് കരിസ്മാറ്റിക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മക്കാരുടെ ഉപദേശം.
നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ജീവകാലം ജീവിച്ചു തീർക്കണമെങ്കിൽ എത്ര പേരോട് എന്തെല്ലാം അപേക്ഷകൾ നടത്തിയാലാണ് ജീവിച്ചു തീരുന്നത്? ജനിച്ച് വീഴുമ്പോൾ തൊട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അപേക്ഷ തൊട്ട് ചത്ത് കഴിഞ്ഞ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അപേക്ഷ വരെ ഈ 2 അപേക്ഷകളുടെ ഇടയിൽ ഒരുപാട് അപേക്ഷകൾ കൊടുക്കുന്നുണ്ട്. അതിനിടെ 10 അപേക്ഷ മാതാവിനോടോ 10 അപേക്ഷ വിശുദ്ധന്മാരോടോ വേറെ 10 അപേക്ഷ ആരോടെങ്കിലും ഒക്കെ കൊടുക്കാം. നിങ്ങൾക്ക് അപേക്ഷിച്ചു എന്നത് ഒരു ഒഫൻസ് ഒന്നുമല്ല. നീ എന്തിനാണ് അവിടെ പോയി അപേക്ഷിച്ചെന്നാൽ പിന്നെ എന്നോട് മാത്രം അപേക്ഷിച്ചാൽ പോരായിരുന്നല്ലോ. ദർ ഇസ് നോ സച്ച് തിങ്. അങ്ങനെ ഒരു കാര്യമില്ല. ദാറ്റ് ഈസ് ഫൂളിഷ്നെസ്. അപ്പൊ ഇതെല്ലാം ഭൗതിക കാര്യമല്ലേ? ഇയാളെന്തോ ഈ ഇരുന്ന് പറയുന്നത്? വില്ലേജ് ഓഫീസിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഭൗതികമായ കാര്യങ്ങൾ എടുത്തു വെച്ച് ആത്മീകമായ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയാണോ? ഇത് ദുരുപദേശമല്ലേ? ചുമ്മാതല്ല. പിശാച് കയറിയിരിക്കുന്ന തലമുടി നീണ്ടു വരുന്ന കണ്ടില്ലേ? താടിയെ പൂടെ ഇരിക്കുന്ന കണ്ടില്ലേ? പൗലോസ് പറയാണ്, let every soul be subject unto higher powers, for there is no power but of God. The powers that we are ordained of God. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. വില്ലേജ് ഓഫീസ് ആകട്ടെ, പഞ്ചായത്ത് ഓഫീസ് ആകട്ടെ, കൃഷിഭവൻ ആകട്ടെ, താലൂക്ക് ഓഫീസ് ആകട്ടെ, എല്ലാം ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. The powers that we are ordained of God. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു. മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. ഇതിന്റെ അർത്ഥം എന്നാ? ഈ ലോകത്തിലെ വിസിബിൾ ഗവൺമെന്റ്സിനെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദൈവവ്യവസ്ഥയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ, ന്യൂ ടെസ്റ്റമെന്റ് പറയാണ്. ഇത് പെന്തക്കോസ്തുകാർക്ക് അറിയത്തില്ല. ഇങ്ങനെ വാക്യം ചിലപ്പം വായിച്ചു പോയിട്ടുണ്ടായിരിക്കും. അവന്മാർക്ക് ഇതിന്റെ അർത്ഥം അറിയത്തില്ല. നിങ്ങൾക്കും അറിയത്തില്ലേ? വായിച്ച് മനസ്സിലാക്കുക. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്ര ഭയങ്കര. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ അവനെ ഭയപ്പെടും. വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്ന. അവൻ ദോഷം പ്രവർത്തിക്കുന്നതിന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. നോക്ക്, ഗവൺമെന്റ് ഓഫീസേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. 3 പ്രാവശ്യമാണ് ഗവൺമെന്റ് ഓഫീസേഴ്സിനെ ദൈവ ശുശ്രൂഷകൻ. If you have an authority, you are a minister of God, because all authority belongs to God. And God എന്ന് പറഞ്ഞാൽ തന്നെ അതോറിറ്റി എന്നാണ് അർത്ഥം. The collective authority known as God. അപ്പൊ ദൈവിക അംശം, ദൈവിക കാര്യാലയമാണ്. മനസ്സിലായില്ലേ? വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് ഓഫീസും താലൂക്ക് ഓഫീസും പോലീസ് സ്റ്റേഷനും ഒക്കെ ആരാധനാ കേന്ദ്രം പോലെ തന്നെ ദൈവത്തിന്റെ ഓഫീസാണത്. അവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആർക്കാ? SI ജയപാലൻ ആപ്ലിക്കേഷൻ കൊടുത്തില്ലേ? അല്ലെ സർക്കിൾ ഇൻസ്പെക്ടർ ഷംസുദ്ദീൻ കൊടുത്തില്ലേ? അപ്പൊ ജയപാലനോട് ഷംസുദ്ദീനോട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ ഓഫീസാണ്. അവിടെ ചെന്ന് ഞാൻ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുള്ളൂ, മൈക്ക് സാങ്ഷൻ യേശു ക്രിസ്തു തരണം പറയുമോ? അമ്മേ അമ്മേ എന്നു വിളിച്ചു നിൻ സവിധത്തിൽ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു ദോഷമില്ലെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊരു വലിയ സിസ്റ്റമാണ്. സീൻ ആൻഡ് അൺസീൻ ടുഗദർ, ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ വിസിബിൾ ഭാഗവും ഇൻവിസിബിൾ സോഫ്റ്റ്വെയറും പോലെയാണ്. വിസിബിൾ ഹാർഡ്വെയറും വിസിബിൾ ആയിട്ടുള്ള സ്ക്രീനും അതിലൊക്കെ ഉണ്ട് അല്ലേ? ഡിസ്പ്ലേ നമ്മൾ കാണുന്നു, കീബോർഡും മൗസും ട്രാക്ക് പാഡും ഒക്കെ ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യും. പക്ഷെ നമ്മൾ അതിനോട് ചേർന്നാണ് ഇൻവിസിബിൾ തലമുണ്ട്, സോഫ്റ്റ്വെയറിന്റെ തലം. അതുപോലെ ഈ വിസിബിൾ അതോറിറ്റിയുടെ ഈ ഹൈറാർക്കിക്കൽ സിസ്റ്റത്തോട് ചേർന്ന ഇൻവിസിബിൾ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ സിഗ്നിഫിക്കൻറ്റ് റോൾസ് പ്ലേ ചെയ്യുന്നത്. അവിടെ കളക്ടർ, ശിരസ്താദാറും പേഷ്കാറും
അങ്ങനെയല്ല. അവിടെ വിശുദ്ധന്മാര്, അവിടെ സ്ലീഹന്മാരും, അവിടെ തേജസ് ധരിച്ചവരും, സഹതന്മാരും, മാവുദ്യാനന്മാരും, എവങ്കലിസ്തന്മാരും, പിതാക്കന്മാരും, വിശുദ്ധന്മാരും ഒക്കെയുണ്ട്. They play their roles. You can ask them too. അപ്പൊ ഈ മൂപ്പന്മാർ വന്നിട്ട് പറയും, ഇവൻ യോഗ്യനാണ്, ഇവൻ ഇത് ചെയ്തു കൊടുക്കണം, ഇവന് അർഹനാണ്. നിന്നെ അവർ പരിഗണിക്കും, നിന്നെ അവർ ക്ലോസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ നടപടികൾ, നിന്റെ നടപ്പ്, നിന്റെ മനോഭാവം, നിന്റെ ഇച്ഛ, നിന്റെ രഹസ്യങ്ങൾ എല്ലാം സൂക്ഷ്മമായി വീക്ഷിക്കുന്നു. നീ കണ്ണുകളുടെ കീഴിലാണ്, ക്യാമറ കണ്ണുകളുടെ കീഴിലാണ്. യു ആർ അണ്ടർ സർവലൻസ്. നമ്മളിവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, യു ആർ അണ്ടർ സർവലൻസ്. സർവലൻസ് ക്യാമറ നമ്മൾ ചുറ്റും നോക്കിയാൽ കാണത്തില്ല ക്യാമറ എവിടെയായിരിക്കുന്നു. ചിലപ്പോൾ അങ്ങ് വലിയ ടവറിന്റെ മുകളിൽ നിന്നായിരിക്കും ക്യാമറ നമുക്ക് കാണത്തില്ല. പക്ഷേ സ്റ്റിൽ യു ആർ അണ്ടർ സർവലൻസ്. ഈവൻ സാറ്റലൈറ്റ് ക്യാമറ പോലും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ ഞങ്ങളുടെ നഗരത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ ഓരോ സ്ക്വയർ ഇഞ്ചും സർവലൻസ് ക്യാമറയുടെ, നിരീക്ഷണ ക്യാമറയുടെ കീഴിലാണ്. ഏതെങ്കിലും ഒരു ക്യാമറയിൽ അല്ലാതെ ഒരാൾക്കും ചലിക്കാൻ കഴിയില്ല. പഴയ നിയമത്തിലുണ്ട്, സർവ്വഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്ന കർത്താവിന്റെ 7 കണ്ണുകളെ പറ്റിയുള്ള ഒരു പ്രവചനം, സക്കറിയാവിന്റെ പ്രവചനത്തിൽ. യു ആർ അണ്ടർ സർവലൻസ്. അത് മാത്രമാണോ? പുറമെയുള്ള ചലനമല്ല, ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നു, അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നു, ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു. കർത്താവിന്റെ വചനം ഇരുവായുത്തല മൂർച്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത്, ഹൃദയത്തെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. It judges your thoughts and very attitudes. You cannot hide from his sight. You cannot hide anything from him. സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകും നമുക്ക് കാര്യമുള്ളത്. ഇവിടെ പറയാം, ദൈവ ശുശ്രൂഷക്കാരൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. വലിയൊരു സിസ്റ്റമാണ്, വലിയൊരു സിസ്റ്റം. ലോകരിലേറ്റം മറിയാമെ പോൽ താഴ്ന്നിട്ടുള്ളൂ, അവളോടു തുല്യം ഉന്നത പദവിയുമാരാർജിച്ചു. വെളിപ്പാടുള്ള പിതാക്കന്മാർ, സെറൂഗിലെ യാക്കോബ് എഴുതുക, പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന വലിയ ഉയർച്ചയെ പറ്റിയുള്ള വെളിപ്പാട്. കർത്താവിനെ പിൻപറ്റി ജീവിച്ച് ലോകവാസം വിട്ടുപോയ വിശുദ്ധന്മാർക്ക് കിട്ടിയിരിക്കുന്ന പദവികൾ, ദൈവസന്നിധിയിൽ ലഭിച്ച മുഖത്തേജസ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ദുഃഖറോന നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് ഒഴുകിപ്പോവാണ്. എന്തിനാണ്? അദ്ദേഹത്തിന് ലഭിച്ച മുഖതേജസ്സാണ്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന്, ആ ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ തെളിനീരുറവയിൽ നിന്ന് പൗരോഹിത്യ നൽവരത്തെ സ്വീകരിച്ച ഒരു നിത്യവസന്ത മലരായി, നവകുസുമമായി, നിത്യസുഗന്ധ മലങ്കരയിൽ മാത്രമല്ല ലോകത്തിന്റെ അതിർത്തികളോളം പരത്തുകയാണ്. ദൈവിക സിസ്റ്റമാണ് പ്രിയപ്പെട്ടവര്. ദൈവം ഒരു വിഭാഗത്തെയോ ആ ഒരു വിഭാഗത്തിന്റെ മാത്രം ദൈവമല്ല, ഈ ഹോൾ സിസ്റ്റം മുഴുവൻ യൂണിവേഴ്സിന്റെയും ദൈവമാണ്. അതുകൊണ്ട് എവിടെയൊക്കെ അധികാര സംവിധാനങ്ങളുണ്ട് അതൊക്കെയും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, അതാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്, അതാണ് ദാനിയേൽ പ്രവചിച്ചത്. ഇത് തന്നെയാണ് ദൈവിക സിസ്റ്റം. ഈ പൂർ ആൻഡ് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ബെന്തക്കോസുകാർ അവിടുന്ന് ഇവിടുന്ന് 4 വാക്യം വായിച്ചിട്ട് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ നിങ്ങളയ്യോ, അച്ഛന്മാരും മറ്റും ചിലപ്പോൾ ജാമ്യം എടുത്തു, അയ്യോ ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, രണ്ട് ഈ കൊച്ചു പഞ്ചാരക്കകത്ത് കൈയിട്ട് കഴിയുമ്പോൾ ആരും ചോദിക്കും, ഓ ഞാൻ കൈയിട്ടില്ല എന്ന് പറയുന്നല്ലേ. പെന്തക്കോസ് ഉപദേശിക്കാർ വരുന്ന സമയത്ത് പേടിച്ച് കൈ കുടഞ്ഞ്, ഞങ്ങളൊന്ന് അപേക്ഷിച്ചിട്ട് അല്ല, അപേക്ഷിക്കാൻ വേണ്ടി ഒന്ന് അപേക്ഷിച്ചു. നോ, you can pray. May God bless you. Thank you. Hallelujah. You hallelujah.
കാലികമായി ദൃഷ്ടാന്തത്തിൽ നീതിയന്മാർ മൂലം പൂർവിക താതരോടായി താതൻ പൂർവം സാക്ഷിച്ചു നമ്മോടിന്നീ അന്തി